ട്രാവൽ വിത്ത് പ്രിൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോ നമ്മൾ കാണിച്ചത് നമ്മുടെ ഇവിടെയൊക്കെ യാർഡ് വേസ്റ്റ് ക്ലീനിങ്, കരികളെല്ലാം വാരിക്കെട്ടി പാക്ക് ചെയ്ത് വെച്ചതാണ് നമ്മൾ കാണിച്ചത്. അന്ന് മഴയുണ്ടായിരുന്നു. ആ ഒറ്റ മഴ കൊണ്ട് ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും നമ്മുടെ പുല്ലൊക്കെ വളർന്നു, ലോണൊക്കെ നന്നായിട്ട് വളർന്നു എന്നല്ല, വെട്ടാറായി. അതുപോലെ അതിൻ്റെ ഇടയിലൊക്കെ ഒത്തിരി വീടുകളുണ്ടായി. ഡാൻഡിലൈൻസ് എന്ന് പറഞ്ഞ ഒരു വീടാണ് അത്. പെട്ടെന്ന് അതങ്ങനെ അതിൻ്റെ വേറെ അടിയിലേക്ക്, മണ്ണിൻ്റെ അടിയിലേക്ക് ഒത്തിരി പോയിട്ടുണ്ട്. അതങ്ങനെ പൊട്ടി പെട്ടെന്ന് അത് മുഴുവൻ സ്പ്രെഡാകും. അപ്പോൾ അത് നമുക്കത് പ്ലക്ക് ചെയ്തെടുക്കാൻ ഇവിടെ ഒരു സംഭവം മേടിക്കാൻ കിട്ടും. അത് മേടിച്ചുകൊണ്ട് വരണം. അതുപോലെ നമ്മളിതേ വീടിൻ്റെ തൊട്ടപ്പുറം കോപ്പ് എന്ന് പറഞ്ഞൊരു കടയുണ്ട്. അതൊരു ഞാൻ കാണിച്ചിട്ടുണ്ട്. അവിടെ ഒരുപാട് ചെടികൾ വന്നിട്ടുണ്ട്, പൂച്ചെടികൾ. അപ്പോൾ നമുക്ക് കുറച്ച് ചെടികളൊക്കെ മേടിക്കാൻ പോകാം. അപ്പോൾ ആ ചെടികൾ മേടിച്ചുകൊണ്ട് വന്നിട്ട് നമുക്ക് കാണാം. കോപ്പിൻ്റെ സൈഡിൽ ഇങ്ങനെ ഇവർ ഈ സമ്മർ ആകുമ്പോൾ ഇതുപോലെ ചെടികൾ വയ്ക്കും. ഇങ്ങനെ ഒരു ഫെൻസൊക്കെ റെഡിയാക്കി അവർ എല്ലാ വർഷവും ഇതുപോലെ തന്നെ അവർ വയ്ക്കുന്നത്. ഇതുണ്ടോ, നമുക്ക് ഇവിടെ വളരെ കുറച്ചേ ഉള്ളൂ. സാധാരണ ഹോം ഡിപ്പോ അതുപോലെ കനേഡിയൻ ടയർ അവിടേക്കാണ് ഒരുപാട് ചെടികളും പച്ചക്കറികളൊക്കെ ഉണ്ട്. ഇതിപ്പോൾ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തായതുകൊണ്ട് നമ്മളിങ്ങോട്ട് വന്നാൽ നമുക്ക് വണ്ടി ഇവിടെ ഒന്ന് പാർക്ക് ചെയ്യാം. അപ്പം നമ്മളെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തു. ഇവിടെ എല്ലാം പാർക്കിങ്ങിലോട്ട് ഫുള്ളാട്ടോ. ഇത് കണ്ടോ, ഇതുപോലെ കാറിൻ്റെ മോള് ഇതുപോലെ കൊടികൾ കണ്ടോ. ഇവിടെ ഇപ്പം ഐസ് ഹോക്കി നടക്കുവാണ്. അപ്പോൾ ഈ ഇവിടുത്തെ പ്രൊവിൻസിൻ്റെ ടീമാണ് എഡ്മണ്ടൺ ഓയിലേഴ്സ്. ഭയങ്കര നമ്മുടെ അവിടെ IPL ക്രിക്കറ്റ് പോലെയാണോ, ഭയങ്കര ക്രേസാണ് ആൾക്കാർ. വണ്ടികളിലെല്ലാം ഫ്ലാഗും എല്ലാവരും ജേഴ്സിയൊക്കെ ഇട്ട് ഇന്നിപ്പോൾ കളി നടക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഇതാണ്. അപ്പോൾ അതാണ് അവിടെ കുറേ ചെടികളുണ്ട്. നമുക്കൊന്ന് കയറി നോക്കാം. ബാക്കി കടകളെ അപേക്ഷിച്ച് ഒത്തിരി വില കൂടുതലാണ്, പക്ഷേ നോക്കാം. ഇതൊക്കെ മണ്ണ്, അതുപോലെ ഈ ചാണകം, അതുപോലെ ആട്ടിൻകാഷ്ടം, ഇതെല്ലാം ഇങ്ങനെ പാക്ക് ചെയ്ത് വരും കേട്ടോ. ഇതൊക്കെ നമുക്ക് മേടിക്കാം. നമുക്കിവിടെ ഒന്ന് നോക്കാം. നമുക്കിവിടെ നിന്നൊരു ട്രോളി എടുക്കാം. ട്രോളി എടുത്തിട്ട് ചെടികൾ വയ്ക്കുന്ന അതിൽ വെച്ച് കൊണ്ട് പോകാം, എളുപ്പമുണ്ട്. അതുപോലെ ഇവിടെ ഫയർവുഡ് ഉണ്ട്. ഇത് ബാർബിക്യൂ ഒക്കെ ചെയ്യാനായിട്ടൊക്കെ ഉള്ള ആളുകൾക്ക്, അതുപോലെ ചെറിയ പാർട്ടിക്കൊക്കെ ആയിട്ട് നമുക്കിവിടെ ഫയർവുഡ് പാക്കറ്റായിട്ട് മേടിക്കാം. ഇതൊക്കെ ടൊമാറ്റോയുടെ തൈകളാണ്. ഇങ്ങോട്ട് വരുമ്പോഴാണ് ചെടികൾ. ഇവിടെ ആ പൂവിൻ്റെ ഒരു സ്മെല്ലാട്ടോ ഇവിടെ. എടുത്തോ എന്തേലും. ഇത് നമുക്ക് ആ ഫ്രണ്ട് വെക്കാനായിട്ട് ഊട്ടി ചെടിയാണ്, ഊട്ടിയിലുള്ള ടൈപ്പ്. ഇവിടെ എല്ലാം വിലകൾ എഴുതി വെച്ചിട്ടുണ്ട്. ഏതാ ഇവിടെ മുഴുവൻ നമ്മുടെ നാട്ടിലെ ബന്ദി കണ്ടോ, ബന്ദി. അത് ഓറഞ്ച് ഉണ്ട്, യെല്ലോ ഉണ്ട്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ കണ്ടോ, ഡാലിയാണ്. ഡാലിയ അത് നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. അതിന് $17. മുഴുവൻ ഡാലിയയുടെ സെക്ഷനാണ്. നമ്മൾ ഇത്രയും ചെടികളെ എടുത്തുള്ളൂ കേട്ടോ. 2 ഡാലിയ എടുത്തു, 2 കളർ എടുത്തു. പിന്നെ ഒരു ടൊമാറ്റോ പോലെ വേറൊരു ചെടി, അതിൻ്റെ പേരെന്താണ്. നമ്മൾ കഴിഞ്ഞ ദിവസം കുറച്ച് സാധനങ്ങൾ വേറെ കടയിൽ നിന്ന് മേടിച്ചായിരുന്നു. അങ്ങനെ പല കടയിൽ നിന്ന് ചെറുതായി കളക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ കഴിഞ്ഞ കൊല്ലത്തെ കുറച്ചുണ്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ വെച്ച് നമ്മുടെ ഗാർഡൻ ഒന്ന് സെറ്റ് ചെയ്ത് നോക്കാം കേട്ടോ. നല്ല വെതറല്ലേ, പക്ഷെ നാളെ മഴ കാണിക്കുന്നുണ്ട്. ഇതുപോലെ വെയിലാണെങ്കിലും ചെറിയൊരു തണുപ്പുണ്ട് കേട്ടോ. അതുകൊണ്ട് എല്ലാവരും ചെറുതായിട്ട് ജാക്കറ്റൊക്കെ ഇട്ടാണ് നടക്കുന്നത്. അപ്പം നമുക്ക് ഇതുകൊണ്ടായി ബില്ലടിച്ചിട്ട് വരാം. അപ്പോൾ നമ്മൾ ബില്ലൊക്കെ ബില്ലടിച്ച് കഴിഞ്ഞപ്പോൾ ഈ ഡാലിക്ക് $7 സംതിങ് ഉള്ളൂ കേട്ടോ. $8 താഴെ ഉള്ളൂ. അവിടെ നമ്മൾ എഴുതി വെച്ചേക്കുന്നുണ്ട് 17 സംതിങ് അല്ലേ. അപ്പോൾ വേണം നമുക്ക് 2-3 ഡാലിയും കൂടെ മേടിക്കാം. പിന്നെ മേടിക്കാം. ഇനിയിപ്പോൾ നമ്മളിവിടെ നിന്ന് ഇറങ്ങി നമ്മുടെ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ വീട് ഇതേ കാണുന്ന കേട്ടോ. ഇതേ കാണുന്ന നമ്മുടെ വീടാണ്. ഇതേ കാണുന്ന നമ്മുടെ വീടാണ്. അത് തൊട്ടടുത്താണ്. അതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നത്. ഞാൻ തിരിച്ചു പോയി 2 ഡാലിയയും കൂടെ മേടിച്ചു കേട്ടോ. ആ ഒരു പിങ്ക് കളറും ഒരു റെഡും കൂടെ മേടിച്ചു. കാരണം നമ്മളവിടെ $17 സംതിങ് ആണെന്ന് പറഞ്ഞാണ് ബില്ലടിച്ചത്. പക്ഷേ ബില്ലടിച്ച് കഴിഞ്ഞാൽ നമുക്ക് $7 സംതിങ് ഉള്ളൂ. അപ്പോൾ 2 കൂടെ മേടിച്ചു. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിനെ വണ്ടിക്കകത്ത് കയറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ ഡാലിയ സംഭവങ്ങളെല്ലാം ഇവിടെ വച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 2 എണ്ണം ഇത് കണ്ടോ, ഇതുപോലെ അവിടെ ഒരു പോട്ട് വെച്ചിട്ട് അതിൻ്റെ അകത്തും അതിന് നമ്മൾ 2 പോട്ട് മേടിച്ചിട്ടുണ്ട്. ഇതിൽ ഫില്ല് ചെയ്തിട്ട് ഡാലിയ ഗരാജിൻ്റെ 2 സൈഡിലും വയ്ക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനുള്ള മണ്ണ് മേടിച്ചിട്ടുണ്ട്. ഈ ചട്ടിക്കകത്താണ്. ഇതിൻ്റെ ചട്ടിക്കകത്ത് ഇങ്ങനെ വേറൊരു ലെയറുണ്ട്. അപ്പോൾ എന്നാ വെച്ചാൽ വെള്ളം കൂടുതൽ, ഇപ്പോൾ മഴയൊക്കെ വന്നാലും വെള്ളം കൂടുതൽ വന്നാലും വെള്ളം ഇതിനകത്ത് നിറഞ്ഞു നിൽക്കില്ല. അപ്പോൾ ചെടികൾ അങ്ങനെ പോവില്ല. ഇതുപോലെയുള്ള പാക്കറ്റുകളിലാട്ടോ മണ്ണ് വരുന്നത്. ഇത് ഇപ്പം നമുക്ക് ചെടികൾ നടാൻ മാത്രമുള്ള മണ്ണാണിത്.
ഇത് ഒരു പാക്കറ്റിന് $5 $6 സംതിങ്ങേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഈ ചട്ടികളിൽ നിന്ന് നിറയ്ക്കണം. ഇവിടെ നാട്ടിലെ പോലെയല്ല, എല്ലാ സാധനവും നമ്മൾ വില കൊടുത്ത് വാങ്ങണം. മണ്ണ് വില കൊടുത്ത് വാങ്ങണം, ചട്ടി ചെടി എല്ലാം. അല്ലാതെ നമുക്ക് ഫ്രീ ആയിട്ട് ഇവിടെ ഒരു വെള്ളം, അത് ഞാൻ പിന്നെ ഒരു വീഡിയോ പറയാം. ഇവിടെ ഒന്നും ഫ്രീ ആയിട്ട് കിട്ടില്ല. കാനഡയിലെല്ലാം നമ്മൾ മേടിക്കണം. അപ്പോൾ ഇതുപോലെ പാക്കറ്റ് ആയിട്ടാണ്. അപ്പോൾ ഇത് നമുക്ക് നിറയ്ക്കാം കേട്ടോ. നമുക്ക് ഈ ചട്ടി അങ്ങ് നിറച്ചേക്കാം. അപ്പോൾ നമ്മൾ മണ്ണ് നിറച്ച് ചട്ടിക്കകത്ത്. അപ്പോൾ നമുക്ക് ഡാലിയ ഇടാം. അത് കണ്ടോ, നല്ല റെഡ് കളർ ഡാലിയാണ്. ഇതിൽ കുറേ മൊട്ടുകളുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ യെല്ലോയും ഉണ്ട്, പിങ്കും ഉണ്ട്, റെഡും ഉണ്ട്. അപ്പോൾ ഒരു ചട്ടിയിൽ 2 നടാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇത് 1 നട്ടാൽ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് അത് വേറെ മുളച്ച് അത് സ്പ്രെഡാവും തോന്നും. നമുക്ക് 1 നട്ട് നോക്കാം കേട്ടോ. നമുക്ക് ഇവിടെ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് കൊട്ടി കൊടുത്താൽ ഇങ്ങോട്ട് പോരും. നമുക്ക് ഇതിൽ നിന്ന് എടുക്കാം കേട്ടോ. കേട്ടോ, ഇത് നിറച്ച് വേരുകളാണ്. നമുക്ക് ഇവനെ ഇങ്ങോട്ട് വയ്ക്കാം. ഇത് ഒരെണ്ണം വെച്ചാൽ പോരെ. ഇത് 1 വെച്ചാൽ മതി. നമ്മൾ 2 നടാമെന്നായിരുന്നല്ലോ ഉദ്ദേശിച്ചത്. പക്ഷേ 1 വയ്ക്കുമ്പോൾ ഇച്ചിരി സ്പ്രെഡ് ആയിക്കോളുമായിരിക്കും. മണ്ണിട്ട് സൈഡിൽ ഫിറ്റ് ആക്കാം. അപ്പോൾ നമ്മൾ 2 റെഡ് നട്ടിട്ടുണ്ട്. ഇനി ഒരു പിങ്കും യെല്ലോയും ആണ്. അപ്പോൾ നമുക്ക് ആ റെഡ് ചട്ടിയിൽ നടാം. അവിടെ നമുക്ക് 2 റെഡ് ചട്ടി എടുത്തിട്ടുണ്ട്. അതിൽ പിങ്കും യെല്ലോയും അത് നടാം. അപ്പോൾ അതിൽ മണ്ണൊക്കെ ഞാൻ നിറച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് എടുക്കണം. അപ്പോൾ ഇതുണ്ടോ, ഇത് നമ്മുടെ യെല്ലോ ഡാലിയാണ്. ഇനി അടുത്ത് ലാസ്റ്റ് ഡാലിയ. അപ്പോൾ നമ്മുടെ ഡാലിയ എല്ലാം നമ്മൾ ചട്ടിയിലാക്കി. ഇതുണ്ടോ, 2 റെഡ് ഉണ്ട്, ഒരു യെല്ലോ പിങ്ക് ഉണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ അവിടെ ഒരു ചട്ടി റെഡ് വയ്ക്കുക. പിന്നെ അതുപോലെ നമ്മുടെ ഗരാജിൻ്റെ അപ്പുറത്തെ സൈഡും ഓരോ ചട്ടി വയ്ക്കുക. ബാക്കി 2 നമുക്ക് എവിടെയെങ്കിലും ഫിക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ 1 ഇവിടെ വെച്ചു, 1 ആ സൈഡിൽ വെച്ചു. പിന്നെ ബാക്കിയുള്ളത് ഇതുണ്ടോ, നമ്മളിങ്ങനെ ഇപ്പോൾ വെച്ചിട്ടുണ്ടല്ലോ. പക്ഷേ നമുക്ക് അതൊന്ന് അറേഞ്ച് വെക്കണം. കാരണം നാളെ നല്ല മഴ കാണിക്കുന്നുണ്ട്. മഴ എന്ന് പറഞ്ഞാൽ ഭയങ്കര കാറ്റും മഴയൊക്കെ ആകുമ്പോഴത്തെ വെളിയിലെടുത്ത് വെച്ചാൽ ചിലപ്പോൾ പോവും. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ 1 ഈ സൈഡിലും മറ്റേ ആ സൈഡിലും ഇങ്ങനെ വയ്ക്കാമെന്ന് വിചാരിച്ചാണ്. ഇത് കണ്ടോ, നമ്മുടെ പിയോണിയിലൊക്കെ മുട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഒരു 2 ആഴ്ചക്കുള്ളിൽ ഇതൊക്കെ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഞാൻ വീഡിയോ എടുത്ത് കാണിച്ചു തരാം. അപ്പോൾ ഇത് കഴിഞ്ഞ ദിവസം നമ്മൾ മേടിച്ചതൊക്കെയാണ്. ഇവിടെയൊക്കെ നട്ടിട്ടുണ്ട്. അതുപോലെ ഇതൊക്കെ നമുക്ക് ഇത്തിരി വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാം. വെയിൽ പക്ഷേ മഴ കാണിക്കുന്നുമുണ്ട്. നാളെ പെട്ടെന്ന് കാലാവസ്ഥ മാറും കേട്ടോ. അതുപോലെ നമുക്ക് ഇവിടെ ഇതുപോലെ ഹുക്ക് കൊടുത്തിട്ട് ഇതിൽ നമുക്ക് കുറച്ച് തൂക്കിയിടണം. ഇതിലൊക്കെ മുട്ടുണ്ട്. നമ്മൾ മുട്ട് നോക്കിയാണ് മേടിച്ചത്. അതുപോലെ അവർ പറഞ്ഞു ഇതിന് കിഴങ്ങാണല്ലോ, കിഴങ്ങ് ഡാലി. അപ്പോൾ അടുത്ത വർഷവും ഇത് ആ ചട്ടി നമ്മൾ മഞ്ഞത്തു നിന്നൊക്കെ മാറ്റി വെച്ചാൽ അടുത്ത വർഷവും അതിൽ നിന്ന് മുളച്ചുണ്ടായിക്കോളുമായിരിക്കും. അപ്പോൾ ഇത് നമ്മൾ ഒരു പ്രാവശ്യം മേടിച്ച് കഴിഞ്ഞാൽ പിന്നെ അതിൽ ഉണ്ടായിക്കോളും. അപ്പോൾ നമ്മുടെ ചെടി നടലൊക്കെ ഭാഗികമായി നിർത്തി. നമുക്ക് കുറച്ച് ചെടികളൂടെയൊക്കെ മേടിക്കണം, ഒന്ന് അറേഞ്ച് ചെയ്യണം. അപ്പോൾ ഇതൊക്കെയായിരുന്നു എൻ്റെ വീഡിയോ. അപ്പം വീഡിയോ ഇഷ്ടപ്പെടാൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റ്സ് അയയ്ക്കുക. അപ്പോൾ അടുത്ത വീഡിയോ കാണും വരെ ഗുഡ് ബൈ.